മരണ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഒരു നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ചാൾസൺ അക്കാഡമി. ഞാൻ ഈ അക്കാഡമിയുടെ പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാളല്ല. നിരവധിയായ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. AKG വായനശാലയും ചേർന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിശീലന പരിപാടി ഈ ദിവസം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞൊരു 2 ആഴ്ചയായി കണ്ണൂർ ജില്ലയിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. വളരെയേറെ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം വെച്ചൊരു പരിപാടി മാറ്റിവെച്ച സമയത്ത് ഈ കാലാവസ്ഥയിൽ നടത്താൻ സാധിക്കുമോ എന്നുള്ളൊരാശങ്കയൊക്കെ നേരത്തെ പങ്കുവച്ചിരുന്നു. അപ്പം ഞാനിവിടേക്ക് ഈ ഒരു ഏറമ്പുഴയുടെ ഈ ഒരു സമീപത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഈ പുഴയിലെ ഓളമൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇത് നടക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയം കൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഞാൻ കണ്ടൊരു കാഴ്ച, ചെറിയ കുട്ടികൾ മുതൽ നമ്മുടെ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്, എല്ലാവരും ഉണ്ട്. വളരെ ആസ്വദിച്ചുകൊണ്ട് അവർ നീന്തൽ പഠിക്കുന്നതായിട്ടാണ്. അതായത് നീന്തൽ പഠനം എങ്ങനെയാണ് ആസ്വാദ്യകരമാക്കാം, അതിലുപരിയായിട്ട് ഒരു നീന്തൽ കുളത്തിൽ മാത്രം നീന്തുന്നതല്ല, ഇനി വേണമെങ്കിൽ കടലിലും നീന്താം. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ചാൾസൺ അക്കാഡമി ഇത്തരത്തിലുള്ള പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ പരിശീലനം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വർഷം മാത്രം 1500 ആളുകൾ കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രം ഏതാണ്ട് ഒരു വർഷം 38,000 ആളുകൾ മുങ്ങി മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ ലോകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മുങ്ങി മരിക്കുന്നു എന്നുള്ളത് ഒരു കണക്ക് തന്നെയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ പൊതുവെ പുതിയ കരിക്കുലവും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കാലമാണ്. ആ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയം, നമ്മൾ ഈ പാഠപുസ്തകത്തിനകത്ത് കുറേ കഥകളും ശാസ്ത്രവും എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരിയായി പഠിക്കേണ്ട ഒരു കാര്യമാണ് നീന്തൽ പഠിക്കണം. മറ്റ് നിയമങ്ങളെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം വേണം. അവർക്ക് ജെൻഡറിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും നമ്മുടെ ജില്ലയിൽ തന്നെ ചില സ്കൂളുകൾ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചുകൊണ്ട് മാതൃകയാകാൻ വേണ്ടി പോലും തയ്യാറായിട്ടുണ്ട്. കാരണം ആ കുട്ടികൾക്ക് അത് സ്വിമ്മിംഗ് പൂളിലൂടെ പഠിച്ചു തുടങ്ങാം എന്നുള്ളത് കൊണ്ടാണ് സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഏതായാലും ഇതൊരു വലിയ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാൾസ് ചേട്ടനൊരു 1000കണക്കിന് ശിഷ്യന്മാരുണ്ട്. 1000 പോരല്ലേ, ഒരു 10,000കണക്കിന് ശിഷ്യ സമ്പത്തുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം. അതിൽ പ്രായമൊന്നുമില്ല, കാരണം മുതിർന്നവരുണ്ട്, ചെറിയ കുട്ടികളുമുണ്ട്. അദ്ദേഹത്തോളം സമ്പത്ത് ഒരുപക്ഷെ മറ്റൊരാൾക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ദീർഘമായിട്ട് സംസാരിക്കേണ്ട ഒരു സമയമല്ല, വീണ്ടും നിങ്ങൾക്ക് പുഴയിലേക്ക് ഇറങ്ങേണ്ടവരാണ്, അല്ലെ, വീണ്ടും ഇനി നീന്തൽ പരിശീലിക്കേണ്ടതാണ്. എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട്, കടലിലൊക്കെ നീന്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ അന്നത്തെ എൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഭാവിയിലെങ്കിലും അത് പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. ജില്ലാ ഫയർ ഓഫീസർ, ജില്ലാ ടൗൺ സ്റ്റേഷൻ ഓഫീസർ പവിത്രൻ സാർ ഈ പരിപാടി ആശംസകൾ അർപ്പിച്ചിട്ട് സംസാരിക്കും. പ്രിയപ്പെട്ട ചാൾസ് ചേട്ടൻ, ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ ചാൾസ് ചേട്ടൻ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ PP ദിവ്യ മേഡം അവർ, മറ്റു പ്രിയമുള്ളവരെ, വളരെ നീന്തൽ പരിശീലനം വളരെ അത്യാവശ്യമായി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ ഒരാഴ്ച കണ്ണൂർ സ്റ്റേഷൻ പരിധിയിൽ, കണ്ണൂർ ജില്ലാ പരിധിയിൽ എത്ര പേര് മരണപ്പെട്ടു, മുങ്ങി മരണം എന്നുള്ള ഒരു കണക്ക് പത്രമാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ച് നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് കണ്ണൂർ സ്റ്റേഷൻ പരിധിയിൽ തന്നെ 12 പേരാണ് മരണപ്പെട്ടത്. മൊത്തം 52 പേരാണ് കണ്ണൂർ ജില്ലയിൽ ഈ ജനുവരി മുതൽ ജൂലൈയിലെ ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടത്. അത് വലിയ, അവരും ഭയങ്കര സംശയത്തോട് ചോദിച്ചു, കണ്ണൂർ 12 പേര് മരണപ്പെട്ടു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ എനിക്കൊന്ന് അവിടെ ഒരു തയ്യൽ കുളമുണ്ട്, അവിടെ പള്ളിക്കും തന്നെ അവിടെ ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കക്ഷി കുഴഞ്ഞു പോയി. ആരും ഒറ്റക്കാണ് കുളിച്ചത്. ഇവിടുന്ന് അടുത്ത വീട്ടുകാർ കരഞ്ഞു പറയുന്ന സമയത്താണ് അടുത്ത വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് അതിൽ ചാടിയിട്ട് അയാൾ എടുത്തത്. അയാൾ എടുക്കാൻ പറ്റി, അയാൾ നല്ല ആരോഗ്യവാനാണ്, പക്ഷെ അയാൾ കുഴഞ്ഞു വീണതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വലിയ അപകടമൊന്നും പറ്റാതെ ഇദ്ദേഹത്തിന് എടുക്കാനും പറ്റി. എന്നിട്ട് അതിൻ്റെ ഒരു ആദരവ്, അതായത് ആ എടുത്ത കുട്ടിക്ക് ഒരു ആദരവ് നമ്മൾ നടത്തിയ ദിവസം തന്നെയാണ് അന്ന്. അത് കഴിഞ്ഞ ഒരു ഉച്ചക്കാണ് വേറൊരാളെ ആ കുളത്തിൽ മരണപ്പെട്ടത്.
പിന്നെ വീണ്ടും അങ്ങനെ ഇഷ്ടം പോലെ, അതായത് നല്ല രീതിയിൽ ഇതുപോലെ നീന്തൽ പരിശീലനം അറിയാത്തതുകൊണ്ട് തന്നെ പല അപകടങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാനൊരു കണക്ക് നോക്കിയ സമയത്ത് തന്നെ കണ്ടു 1 മുതൽ 4 വയസ്സ് വരെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു എന്ന രീതിയിലാണ് ചാൾസറിൻ്റെ ഒരു റിപ്പോർട്ട് കണ്ടു. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, കാരണം നമ്മൾ ലൈഫ് സേവിങ് സ്കില്ല് എന്തായാലും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി കാര്യങ്ങളെക്കാട്ടി ആദ്യം നമ്മൾ കുട്ടികൾ പഠിക്കേണ്ടത് ലൈഫ് സ്കില്ലാണ്. അതിൽ പ്രധാന ഒരു സ്കില്ലാണ് നീന്തൽ. അതുപോലെ CPR കൊടുക്കാൻ, അതുപോലെ ചോക്കിംഗ് ഇല്ല സമയത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ കുട്ടികൾ പഠിച്ചാൽ തന്നെ അത് സമൂഹത്തിൽ വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. എമർജൻസി സമയത്ത് ആകെ കുറച്ച് സമയം നമ്മൾ മുന്നിൽ കിട്ടുമല്ലോ. ആ സമയങ്ങളിൽ നമ്മൾക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു തലമുറയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം വളരെ അപകടങ്ങളില്ലാതെ പോകുന്നില്ലാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു മാസം ഞാൻ കാഞ്ഞങ്ങാട് ഉണ്ടായ സമയത്ത് അവിടെ ഒരു പള്ളി കുളത്തിൽ ഒരു 3 കുട്ടികൾ കുളിക്കാൻ പോയി. അവർ നോക്കിയ സമയത്ത് 2 ദിവസം മുമ്പ് വരെ വലിയ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവർ ആ പടയിൽ കയറിയത് തൊട്ടടുത്ത ദിവസം ഭയങ്കര മഴയായിരുന്നു. അവരൊന്നും ശ്രദ്ധിക്കാതെയാണ് പോയി കുളിച്ചത്. അതിൽ 2 കുട്ടികളാണ് അവിടെ മരണപ്പെട്ടത്. ഒരു കുട്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റിയെങ്കിലും വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ കുട്ടികളും ഇങ്ങനെ ഒരു ഉദ്യമം ചാൾസാറിന് എടുക്കുന്നവർക്ക് ചാൾസാറിന് എപ്പോഴും ഭയങ്കര സ്നേഹമാണ്. കാരണം ചാൾസാറിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാം. അതിന് ചാൾസാറിനെ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നീന്തൽ പരിശീലനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചാൾസാറിന് കൊടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ലക്ഷ്യം തന്നെ വലിയ അപകടമില്ലാതെ, ആരും അപകടത്തിൽ പെടാതെ പോകുക എന്നുള്ളതാണ്. റോഡ് അപകടം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് നീന്തൽ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നീന്തൽ പഠിക്കട്ടെ, എല്ലാവരും സുരക്ഷിതരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദീർഘ പ്രസംഗമൊന്നും ഉദ്ദേശിക്കുന്നില്ല.